അതിങ്ങനെ വരൂ എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. കാരണം പാർട്ടി കമ്മ്യൂണിസ്റ്റാണ്. അവർ പാർട്ടിക്ക് ദോഷം ഉണ്ടാവുമെങ്കിൽ ഒളിഞ്ഞും തെളിഞ്ഞും ചവിട്ടും. അതൊരു പ്രത്യേകതയാണ്. ഒരു കാലഘട്ടം ഉണ്ട് പാർട്ടിക്കകത്ത്, ഓരോ നേതാക്കൾക്കും കാലഘട്ടമുണ്ട്. വി എസ് അച്യുതാനന്ദന് ഒരു കാലഘട്ടമുണ്ടായിരുന്നു, നയനാർക്ക് ഒരു കാലഘട്ടമുണ്ടായിരുന്നു, EMS പോലും ഒരു കാലഘട്ടമുണ്ടായിരുന്നു, ഗൗരിയമ്മയ്ക്ക് ഒരു കാലഘട്ടം, MV രാഘവന് ഒരു കാലഘട്ടം, ചടയൻ ഗോവിന്ദൻ, എല്ലാവർക്കും ഒരു കാലഘട്ടമുണ്ട് CPM-നകത്ത്. ആ കാലഘട്ടത്തിനകത്ത് നിന്ന് നേടാവുന്നത് പരമാവധി നേടി കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നതിനപ്പുറം പിന്നെ കുറേ പ്രശ്നങ്ങൾ വരും. എന്തായാലും CPM-നെ സംബന്ധിച്ച് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. കാരണഭൂതനെ അല്ലെങ്കിൽ ലീഡറെ, ക്യാപ്റ്റനെ അവർ ഒറ്റപ്പെടുത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാപ്റ്റന് ആവശ്യമില്ല, ലീഡറാണ്, ക്യാപ്റ്റനാണ് മുഴുവൻ കുഴപ്പവും എന്നുള്ള രീതിയിൽ സെൻട്രൽ കമ്മിറ്റി, കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് വെച്ചു. ആ റിപ്പോർട്ടിൽ 3-4 കാര്യങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു. ഒന്നാമതായി പറഞ്ഞത്, മുഴുവൻ പ്രവർത്തനങ്ങളും പിണറായി കേന്ദ്രീകൃതമായതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോക്കാൻ കാരണം LDF അല്ലാതെ മറ്റാരുണ്ടെന്ന് പറഞ്ഞ് പിണറായി വിജയന്റെ പടം മാത്രമാണ് കേരളം മുഴുക്ക വെച്ചത്. പിണറായി വിജയനോടൊപ്പം ചടയൻ ഗോവിന്ദ മാഷിൻ്റെയോ MA ബേബിയുടെയോ ബിനോയ് വിശ്വത്തിൻ്റെയോ മറ്റാരുടെയും പടം, പണ്ട് അങ്ങനെ ആയിരുന്നില്ല. നയനാരുടെ പടം വയ്ക്കുമ്പോൾ നയനാരുടെ, KR ഗൗരിയമ്മ, നയനാർ, ബേബി ജോൺ, ഇങ്ങനെ PKV അങ്ങനെ തുടങ്ങി നേതാക്കൾ, വെളിയം ഭാർഗവൻ, ഇങ്ങനെ നേതാക്കളുടെ ഒരു നിര തന്നെ ഉണ്ടാവും എവിടെ ബോർഡ് വയ്ക്കുമ്പോഴും. ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് തൻ്റെ ബോർഡ് മാത്രം മതി, തോൽക്കാണെങ്കിലും ജയിക്കുകയാണെങ്കിലും ഞാൻ എന്നുള്ള ഒരു അർത്ഥത്തിൽ മുഴുവൻ സംവിധാനവും പുള്ളിയിലേക്ക് കേന്ദ്രീകരിച്ചപ്പോൾ അത് തോറ്റുപോയി. അപ്പോൾ ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയമായി പറയുന്നത്, പാർട്ടിക്കാർക്ക് അഹങ്കാരമായി പോയി എന്നാണ് പറയുന്നത്. ആർക്കാണ് അഹങ്കാരമെന്ന് നമുക്കറിയില്ല, അഹങ്കാരമായി പോയെന്നാണ് പറയുന്നത്. മൂന്നാമതായി പറയുന്നത്, പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ജനങ്ങളിൽ നിന്ന് അകന്നു, ഏക വ്യക്തിയെ കേന്ദ്രീകരിച്ച് നടന്നു, വിവാദങ്ങൾ ഒരുപാടുണ്ടായി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ പിണറായി വിജയനെ കൃത്യം കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് സെൻട്രൽ കമ്മിറ്റി വെച്ചത്. ഇതേ റിപ്പോർട്ട് അതേപടി സംസ്ഥാന കമ്മിറ്റി പാസ്സാക്കുകയായിരുന്നു. അവിടെ ഒരു വെള്ളവും അവർ ചേർത്തില്ല. കാരണം മുകളിലത്തെ കമ്മിറ്റി തന്നതിന് പിന്നെ വെള്ളം ചേർക്കണ്ട എന്ന് വിചാരിച്ച് സംസ്ഥാന കമ്മിറ്റി പാസ്സാക്കി. സംസ്ഥാന സെക്രട്ടേറിയറ്റും അത് അംഗീകരിച്ചു. ഈ റിപ്പോർട്ടാണ് ഇനി താഴേക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അവിടെയാണ് പൊടിപൂരം, അടിനാശം, വെള്ളപ്പൊക്കം, തൃശ്ശൂർ പൂരം വരാൻ പോകുന്നത്. കാരണം ഇത് താഴോട്ട് കിട്ടുമ്പോൾ പിണറായി വിജയനിൽ നിന്ന് നേരിട്ട് ഗുണം കിട്ടാത്ത, ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നൊക്കെ ആകുമ്പോൾ കുറച്ച് ഭരണത്തിൻ്റെ നേരിട്ട് ഗുണം കിട്ടിയവരായിരിക്കും. ഒന്നുകിൽ അവർക്ക് എന്തായാലും കിട്ടിക്കാണും, അല്ലെങ്കിൽ അവർ പറഞ്ഞ കെയർ ഓഫിൽ പറഞ്ഞ പലർക്കും എന്തെങ്കിലുമൊക്കെ സ്ഥാനങ്ങൾ കൊടുത്തു കാണും. അപ്പോൾ അവർക്ക് ഡയറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പാറ്റയെ പോലെ അവർക്ക് ഡയറക്റ്റ് ഹിറ്റിംഗ് നടക്കത്തില്ല. അപ്പോൾ അവർ മിണ്ടാതെയൊക്കെ ഇരിക്കും. പക്ഷെ താഴോട്ട് അതല്ല സ്ഥിതി. ജില്ലാ കമ്മിറ്റി എടുത്താൽ, ഏരിയ കമ്മിറ്റികൾ എടുത്താൽ, അവരൊന്നും പലരും ഇതിൻ്റെ അകത്തുനിന്ന് പല ഗുണകരമായ കാര്യങ്ങളൊന്നും കിട്ടാത്ത ഒരുപാട് പേര് കാണും. അവരിറങ്ങും, അവർ വച്ച് കാച്ചും, സഖാവേ എന്ന് പറഞ്ഞ് നിർത്തിപ്പൊരിക്കും. അപ്പോൾ അടുത്ത കുറച്ച് ദിവസങ്ങൾ നിർത്തിപ്പൊരിയുടെ കാലമാണ് വരാൻ പോകുന്നത്. അങ്ങനെ നിർത്തിപ്പൊരിക്കലിനിടയിലാണ് ED 130 കോടി രൂപ കണ്ടുകെട്ടാനുള്ള പണിയുമായിട്ട് ED ഇറങ്ങിയിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ED പിണറായി വിജയനെ ചോദ്യം ചെയ്യും എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയും കൂടി വന്നാൽ കളി മാറും. പിന്നെ പിണറായി വിജയൻ്റെ കുരിശ് വരയ്ക്കാൻ എല്ലാവരും തയ്യാറാകും. ഇപ്പോൾ തന്നെ ചവിട്ടി വച്ചിരിക്കുകയാണ്. ആ ചവിട്ടി മുകളിലോട്ട് പൊങ്ങാതെ വച്ചിരിക്കുകയാണ്. പൊങ്ങാതെ വീണ്ടും ചവിട്ടി താഴ്ത്താൻ, പാതാളത്തിലേക്ക് താഴ്ത്താനുള്ള അവസരമായി EDയുടെ റിപ്പോർട്ട് വരുമോ എന്നതാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ED അടുത്ത ദിവസങ്ങളിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കുകയോ അദ്ദേഹത്തെ ഉപദ്രവിക്കുകയോ ചെയ്താൽ, ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവം അദ്ദേഹത്തിന് ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ ED അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്താൽ തീർച്ചയായിട്ടും വലിയ മാറ്റം കേരളത്തിലുണ്ടാകും. പിന്നെ CPM-ലെ പിണറായി അടിക്കാൻ നിൽക്കുന്ന ശക്തികൾക്ക് വലിയൊരു വടിയായിരിക്കും കിട്ടുന്നത്. അവർ കൃത്യമായി അത് പ്രയോജനപ്പെടുത്തും. പക്ഷേ അപ്പോഴും പിണറായി വിജയൻ ഫീൽഡിൽ പോയാൽ, കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി ഓഫീസിൻ്റെ, ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിന് വരുന്നു. ആളുകൾ വളരെ ഇപ്പോഴും കണ്ണയെ, മുത്തേ, കരളെ, ചക്കരെ എന്നൊക്കെ തന്നെയാണ് ആളുകൾ കൈകാര്യം ചെയ്യുന്നതും വിളിക്കുന്നതും സ്നേഹിക്കുന്നതും. സഖാവ് എന്ന് വിളിച്ചാൽ അത്രയും വിളിക്കില്ല. വലിയ സ്നേഹം തന്നെയാണ് പിണറായിയോട്. അതിനകത്തൊന്നും ഒരു കുറവും പാർട്ടി സഖാക്കൾക്കിടയിൽ വന്നിട്ടില്ല. പക്ഷേ പാർട്ടി നേതൃത്വത്തിന് വളരെ കൃത്യമായ ധാരണയുണ്ട്. പിണറായി വിജയനാണ് എന്ന ഒറ്റ മനുഷ്യനാണ് ഈ ഭരണം ഇല്ലാതാക്കിയത്, കളഞ്ഞതെന്നുള്ള നിലയിലുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ താഴോട്ട് അത് റിപ്പോർട്ട് ചെയ്ത് പോകുമ്പോൾ എങ്ങനെയായിരിക്കും സഖാക്കൾ ഇത് എടുക്കുക എന്നറിയില്ല. വരുന്ന വർഷങ്ങളിൽ പിണറായി വിജയൻ്റെ ഭാവി, ഇനി എന്ത് ഭാവി എന്നൊരു ചോദ്യമുണ്ട്. കാരണം നല്ല സീനിയറായി, വെറ്ററനായി,
നേടാവുന്നതെല്ലാം നേടി. മുഖ്യമന്ത്രി സ്ഥാനം നേടി, പാർട്ടി സെക്രട്ടറി സ്ഥാനം നേടി, വളരെ വലിയ തുടർ ഭരണം നേടിയ മുഖ്യമന്ത്രിയായി പേരെടുത്തു. അങ്ങനെ വളരെ വലിയ പേരിൽ നിൽക്കുന്ന ഒരാൾ ഇനി എന്ത് നേടാൻ? മാത്രമല്ല തോറ്റുപോയപ്പോൾ എല്ലാം പോയില്ലേ, പിന്നെ ഇനിയിപ്പോൾ എന്ത് പോകാൻ എന്നൊരു ചോദ്യമുണ്ടെങ്കിലും പാർട്ടിയിൽ നിന്നും ഒറ്റപ്പെടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ പാർട്ടി CPM ആണ്, പുള്ളി പിണറായിയാണ്, വിജയനാണ്, എന്തും സംഭവിക്കാം. ഒറ്റയ്ക്ക് പോരാടി വന്ന് ഒറ്റയ്ക്ക് തന്നെ നിൽക്കുന്ന ഒറ്റയാനായ പിണറായി വിജയൻ എത്ര വെടിയേറ്റാലും അടിയേറ്റാലും മുറിവേറ്റാലും ഇടഞ്ഞ കൊമ്പനെ പോലെ വീണ്ടും തലയെടുപ്പോട് തന്നെ നിൽക്കും. ആ കാഴ്ച നമുക്ക് കാണാം.